വർഷ നിലവിൽ 9 പേർ മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത വരുന്നു. ഇവരുടെ എല്ലാം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഉണ്ടാകും. ബന്ധുക്കൾക്കായി കാത്തു നിൽക്കുകയാണ്. നേരത്തെ ഒരു ദൃക്സാക്ഷി ഹാരിസ് എന്നാണ് പേരെന്ന് ഞാൻ ഓർക്കുന്നു, ചാലിയങ്കാരനാണ്. അദ്ദേഹം പറഞ്ഞ ചില വരികൾ നമ്മളെയും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹം ആദ്യം ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ആ സെൽഫി എടുക്കുന്ന സമയത്ത് ആ ക്യാമറകളുടെ ഒരു ഭാഗത്ത് ഈ പറയുന്ന വിനോദസംഘം അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നറിയാതെ സന്തോഷിച്ചിരിക്കുന്ന വിനോദസംഘം അവിടെ നിന്ന് ചായ കുടിക്കുന്ന മറ്റും അവർ കണ്ടതാണ്. പിന്നീട് ആ ചായ കുടിച്ചിരുന്ന വിനോദസംഘം കാറിലേക്ക് ഇവരുടെ ട്രാവലറിലേക്ക് കയറുന്നു. ഈ പറഞ്ഞയാൾ പിറകെ വാഹനം എടുക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ പറയുന്ന ട്രാവലർ ഇത്രയും ആഴത്തിൽ ഏതാണ്ട് 300 താഴ്ചയിലേക്ക് മറിയുന്നത്. അതായത് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് പോലും എന്താണ് സംഭവിക്കുന്നത് അറിയാത്ത വണ്ണം അവർ ജീവിതത്തെ, അവരുടെ വിനോദയാത്രയെ അത്യന്തം ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒട്ടും നനച്ചിരിക്കാത്ത തരത്തിൽ അപകടം അത് നാടിനെ കണ്ണിലായെത്തിരിക്കുകയാണ്. വർഷ അതേ സുഹേൽ, തീർച്ചയായും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു നാട്ടിലെ 9 പേരാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. ആ സങ്കടത്തിലാണ് നാട്ടുകാരെല്ലാം ഉള്ളത്. പാങ്ങിലെ ഒരുവിധം ആളുകളെല്ലാം ഈ സ്കൂളിന് മുമ്പിൽ തടിച്ചു കൂടിയിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ അധ്യാപകർ ജോലി ചെയ്യുന്ന ഈ പാങ്ങിലെ സ്കൂളിന് മുമ്പിലാണ്. പാങ്ങ് പള്ളിപ്പറമ്പ് LP സ്കൂളിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്കൂളിലെ അധ്യാപകരാണ് യാത്ര പോയത്. ചെറിയൊരു സ്കൂളാണ്, ചുറ്റുപ്രദേശത്തും വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുമായി എല്ലാം നല്ല ബന്ധം ഈ അധ്യാപകർക്കുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചോദിക്കട്ടെ, ആ സ്കൂള് എന്ന് പറയുന്ന നാടിന്റെ ഒരു ലാൻഡ്മാർക്കായി മാറുന്ന ഇടമാണെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം ഉള്ളിലുള്ളൊരു ഇടമാണെന്ന് മനസ്സിലാക്കുന്നു. ചുറ്റും അങ്ങനെ ഒരു നഗരപ്രദേശമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ലൊക്കയിലെ ആ പ്രദേശത്തെ ലാൻഡ്മാർക്ക് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അധ്യാപകർ എല്ലാവർക്കും പരിചിതരായിരിക്കും. അങ്ങനെ തന്നെയല്ലേ ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ സുഹേൽ, തീർച്ചയായും അക്കാര്യം തന്നെയാണ്. ഇത് ഒരു ഉൾപ്രദേശമാണ്, ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും അതേപോലെ വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാം ഈ പ്രദേശവാസികൾക്കെല്ലാം വളരെ പരിചിതരായിട്ടുള്ള ആളുകളാണ്. ദിവസവും ഈ റോഡിലൂടെയാണ് ഈ അധ്യാപകരെല്ലാം നടന്നു പോകുന്നത്. ഈ സമീപവാസികളെ എല്ലാം കണ്ട് സംസാരിക്കുന്നവരാണ്. എല്ലാവർക്കും പരിചിതരായിട്ടുള്ള അധ്യാപകരാണ് എന്നുള്ളതാണ് ഇവിടെ നിന്നും നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ വിട വാങ്ങിയെന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഈ രാത്രി തന്നെ ഈ സ്കൂളിന് മുമ്പിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ മറ്റ് സമീപത്തുള്ള പാങ്ങാട് ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകർ കൂടി ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അക്കാര്യം എത്രമാത്രം വസ്തുതയുള്ളതാണെന്നുള്ള കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇനിയും ഈ പോയ ആളുകളുടെ എല്ലാം 16 പേരുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പുറത്തു വരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഉറപ്പാക്കാത്ത, തീർച്ച വരുത്താത്ത കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലെല്ലാം ഇനി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തായാലും ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഈ സ്കൂളിലെ പ്രിയപ്പെട്ടവർ മടങ്ങിയിരിക്കുകയാണ്. ആ ഒരു വിഷമത്തിലും സങ്കടത്തിലുമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളത്. ചേട്ടയുടെ അടുത്തുള്ള ആളാണോ? അടുത്തുള്ള ആളാണ്. അതെ, അടുത്തുള്ള ആളാണ്. നമ്മളെ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്, 4ാം ക്ലാസ്സിലാണ്. പിന്നെ നല്ല ടീച്ചർ ഒരു 3 വർഷമായി കൊണ്ട് വന്നിട്ട് നമ്മളെ വീട്ടിലൊക്കെ വന്നപ്പോൾ ഉമ്മ എന്നെ സർജറി ചെയ്തിരുന്നു. എന്നോട് പറഞ്ഞു ഞാനൊരു നാളെ മറ്റന്നാൾ വരാമെന്ന് പറയുന്നത്, ഒരു 4 ദിവസം മുന്നേ. അപ്പോൾ എല്ലാവരും നല്ല ബന്ധത്തിലാണ്, നല്ല ഇതിലാണ്. പിന്നെ 1-ാം തീയതി ആയിരുന്നു കലോത്സവം, കുട്ടികളെ കലാപരിപാടിയൊക്കെ. യാത്ര പോകുന്ന വിവരം അറിയായിരുന്നു? അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക്, പുലർച്ചെ 3 മണിക്കാണ് പോകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ അധ്യാപകർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെ പറ്റിയൊന്നും അറിയില്ല. വണ്ടി പുറത്തുള്ളതാണ്, സ്കൂൾ വണ്ടി ഉണ്ട്, പുറത്തുള്ള വണ്ടിയായിട്ടാണ് പോയിക്കണമെന്ന് പറഞ്ഞു. തിരിച്ചാൽ ഈ സ്കൂൾ അധ്യാപകർ മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ തൊട്ടടുത്ത് വേറൊരു പാങ്ങാട് UP സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞു, അവിടുത്തെ അധ്യാപകരുണ്ട്? ഇവിടെ UP സ്കൂളിലൊരു ടീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടു. പിന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ അതും അതിൻ്റെ മോനും ഉണ്ട്. ഡ്രൈവറുണ്ട്, പിന്നെ ക്ലീനറോ 10-16 ആളുണ്ട് എന്നാണ് മൊത്തത്തിലുള്ള വിവരം. 13 പേരാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. 16 പേരുണ്ടെന്നുള്ളതാണോ? 16 ആണെന്നുള്ള മൊത്തത്തിലുള്ളൊരു പറച്ചിൽ. ഇനി നമുക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ അധ്യാപകരാകുമ്പോൾ നമ്മളൊന്നും അതിൽ ഇടപെടില്ല, ടീച്ചേഴ്സ് അല്ലേ. പക്ഷേ ഞാൻ തിരികെ വരാം. എന്തായാലും അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എത്ര പേരാണ് യാത്രയ്ക്ക് പോയെന്ന കാര്യത്തിൽ വ്യക്തമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി ലഭിക്കുന്നവരനുസരിച്ച് 14 പേരാണെന്ന് മനസ്സിലാക്കുന്നു. നാട്ടുകാർക്ക് അതിലൊരു വ്യക്തത വരേണ്ടത്. എന്തായാലും അധ്യാപകരുടെ അനൗദ്യോഗിക യാത്രയായിരുന്നു. അതായത്
വെക്കേഷൻ ദിവസമാണ്, അവധിക്കാലത്ത് തന്നെ അധ്യാപകർ സ്വന്തമായി ഒരു ഓർഗനൈസ് ചെയ്തൊരു ട്രിപ്പാണ്. അതിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കളായ ഒരേ സ്കൂളിലെ അധ്യാപകരും അതേപോലെ തന്നെ അവിടെ പാചക തൊഴിലാളിയായിരുന്ന ജോലിക്കാരിയും സ്കൂളിലെ ഔദ്യോഗിക സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവറും ഉൾപ്പെടെയുള്ള സംഘമാണ് ഒരു ട്രാവലർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് KL11 രജിസ്ട്രേഷനാണ്, കാലിക്കറ്റ് രജിസ്ട്രേഷനുള്ള വാഹനം ഇത്തരത്തിൽ ടാക്സിയായി വിളിച്ചുകൊണ്ട് അവർ യാത്ര പുറപ്പെട്ടത്. വാൽപ്പാറ അടക്കമുള്ള ദൃശ്യ ഭംഗിയിൽ ഒരുപാട് ഇടങ്ങൾ സഞ്ചരിച്ച് മനസ്സിലാക്കുന്നത് തിരികെ മലപ്പുറം റൂട്ടിലേക്ക് പിടിക്കാനുള്ള സമയത്തായിരിക്കും അപകടമെന്നാണ്. 300 അടി താഴ്ചയിലാണ് വീണിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.